ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ജൂൺ 2-ാം തീയതി വ്യാഴം അതിന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഉച്ച രാശിയിൽ പൂർണ്ണ ബലവാനായ വ്യാഴം എല്ലാ നക്ഷത്രക്കാർക്കും കൂടുതൽ ഗുണഫലങ്ങൾ ചെയ്യും. പുത്രകാരകനും ധനകാരകനും ബുദ്ധിയുടെ കാരകനുമായ ഗുരു ധാരാളം ഗുണഫലങ്ങൾ നമുക്ക് നൽകുന്നതാണ്. സ്വർണം, ധനസമ്പാദനം, ബുദ്ധി, കീർത്തി, പുത്രൻ, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, സൽപ്രവൃത്തി, സുഖ സൗഭാഗ്യാദികൾ, ബന്ധുക്കൾ, ചൈതന്യം, ദൈവഭക്തി, ദയ തുടങ്ങി ധാരാളം സാത്വികമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. ശുഭഫലങ്ങൾ ധാരാളം പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി എല്ലാ ദുരിതങ്ങളും വിട്ടൊഴിയുന്നതിന് നമ്മെ സഹായിക്കും. ചിത്തിര, അര, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഉച്ചസ്ഥനായ വ്യാഴത്തെ കൊണ്ട് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം അനുസരിച്ച് സ്ഥാനഭ്രംശവും ധനനഷ്ടവുമാണ് അനുഭവപ്പെടേണ്ടത്. എന്നാൽ ഉച്ചസ്ഥനായ വ്യാഴം ദോഷഫലങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതല്ല, മറിച്ച് ധാരാളം ശുഭഫലങ്ങൾ നൽകും. 10-ാം സ്ഥാനം കർമ്മസ്ഥാനമാണ്. തൊഴിൽപരമായ എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. കർമ്മരംഗത്ത് അനുഭവപ്പെടുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി മെച്ചപ്പെട്ട നിലയിൽ കർമ്മരംഗത്ത് പുരോഗതി നേടുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും. ഭൂമി, വീട്, വാഹനം ഇതൊക്കെ വാങ്ങുവാൻ ഉച്ചസ്ഥനായ വ്യാഴം തുലാക്കൂറുകാരെ സഹായിക്കുന്നതാണ്. തങ്ങൾക്ക് അനുഭവപ്പെട്ടു വരുന്ന കടബാധ്യതകളെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തുവാൻ ഉച്ചസ്ഥനായ വ്യാഴം സഹായിക്കും. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത രീതി അവലംബിക്കുവാനും ഈ കൂറുകാരെ കൊണ്ട് സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും കുടുംബാന്തരീക്ഷം കൂടുതൽ സമാധാനപൂർണ്ണമാവുകയും ചെയ്യും. വളരെ കാലമായി അനുഭവിച്ചു വരുന്ന രോഗദുരിതങ്ങളിൽ നിന്നും പെട്ടെന്ന് മോചനം ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിന്റെ 7-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഈ കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 4-ാം ഭാവത്തിലാണ് അനുഭവപ്പെടുക. ഗൃഹം, വാഹനം, ഭൂമി, മാതാവ്, മാതുലൻ തുടങ്ങിയവയൊക്കെ ചിന്തിക്കുന്നത് 4-ാം ഭാവം കൊണ്ടാണ്. മാനസികമായി അനുഭവപ്പെട്ടിരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹരിച്ച് കൂടുതൽ ഉന്മേഷവും ഉണർവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. അതുപോലെ പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുകയും അതിൽ വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്യും. വിദേശത്ത് പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. പുതിയ വീട് വാങ്ങുവാനും വാഹനം വാങ്ങുവാനും ഭൂമി ക്രയവിക്രയം ചെയ്യുവാനും ഒക്കെ അനുകൂലമായ സമയമാണ്. മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം സംഭവിക്കുന്നതല്ല. ബന്ധുക്കളിൽ നിന്നും മറ്റ് സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ധാരാളം സഹായം ഇവർക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്നതാണ്. 9-ാം ഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി ഈ കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് അനുഭവപ്പെടുക. 6-ാം ഭാവം രോഗസ്ഥാനമാണ്, ശത്രുസ്ഥാനമാണ്. രോഗദുരിതങ്ങൾ അനുഭവിച്ചു തരുന്ന ഈ കൂറുകാർക്ക് അതിൽ നിന്നും പെട്ടെന്ന് മോചനം ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാവുകയും ശത്രുക്കളായി പ്രവർത്തിച്ചവരുടെ സഹായം ലഭിക്കുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഗവേഷണങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച രീതിയിൽ വിജയം നേടുവാൻ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി സഹായിക്കും. സേവന മേഖലയിൽ അഭൂതപൂർവമായ ഒരു മുന്നേറ്റം ഈ കൂറുകാർക്ക് നടത്താൻ സാധിക്കുന്നതാണ്. സ്ഥാനക്കയറ്റങ്ങളും സ്ഥലമാറ്റങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ സാധിക്കണമെന്നില്ല. എങ്കിലും അനുകൂലമായ സാഹചര്യം തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടും. കടബാധ്യതകളൊക്കെ നിയന്ത്രിച്ച് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില കൈവരിക്കുവാൻ 6-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി സഹായിക്കും. രോഗദുരിതങ്ങളിൽ നിന്നുള്ള കഷ്ടതയും ശത്രുക്കൾ മൂലമുള്ള ദുരിതങ്ങളും ഇല്ലാതാവുന്നതോടെ മാനസികമായി വലിയ ഉന്മേഷവും സന്തോഷവും ഒക്കെ ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. 5-ാം ഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി ഈ കൂറുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് അനുഭവപ്പെടുന്നത്. ധനം, വാക്ക്, കുടുംബം, വിദ്യ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് 2-ാം ഭാവം കൊണ്ടാണ്. ഈ കാര്യങ്ങളിലൊക്കെ വലിയ
പുരോഗതിയും ഉയർച്ചയും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. കടബാധ്യതകളൊക്കെ പെട്ടെന്ന് പരിഹരിക്കുവാൻ സാധിക്കുകയും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും. അതുപോലെ വാക്കിന്റെ ഗുണം കൊണ്ട് കൂടുതൽ സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാം. വൈഭവം പ്രകടിപ്പിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുവാനും അതിൽ നിന്നും കർമ്മരംഗത്ത് കൂടുതൽ ഉയർച്ച നേടുവാനും കഴിയും. കുടുംബപരമായ കാര്യങ്ങളിൽ കൂടുതൽ അഭിവൃദ്ധി അനുഭവപ്പെടും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേഗം പരിഹരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട സൗഹൃദവും സഹായങ്ങളും നിലവിൽ വരികയും ചെയ്യും. ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവഹാരങ്ങളിൽ അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങളിലൊക്കെ മെച്ചപ്പെട്ട ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിനും അതിനനുസൃതമായ ഒരു ജോലി കരസ്ഥമാക്കുന്നതിനും ഉച്ചസ്ഥനായ വ്യാഴത്തിന്റെ സ്ഥിതി സഹായിക്കും. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാനും ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്നവർക്കും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി അനുകൂലമാണ്. പൊതുവെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഉച്ചസ്ഥനായ വ്യാഴം കൂടുതൽ സൗഭാഗ്യങ്ങളാണ് നൽകുന്നത്. വളരെയേറെ ആലോചിച്ചും ചിന്തിച്ചും ജീവിതത്തിൽ മുന്നേറുന്ന ഈ കൂറുകാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവപ്പെട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.